2001 മെയ് 2, മോൺഗോമറി കൗണ്ടി, മേരിലാൻഡ്. അന്ന് 48 വയസ്സുള്ള ലെസ്ലി ജെന്നിങ്സിനെ അവരുടെ വീട്ടിലെ ബാത്റൂമിനകത്ത് നിന്നും കൊല ചെയ്യപ്പെട്ട നിലയിൽ കണ്ടെത്തുന്നു. ലെസ്ലിയെ കൂടാതെ അവരുടെ ഭർത്താവ് കാൾ യൂജീനും മകൾ ലോറനുമായിരുന്നു ആ വീട്ടിലെ മറ്റ് താമസക്കാർ. എന്നാൽ ഈ കൊലപാതകം നടക്കുമ്പോൾ ലെസ്ലിയുടെ മകൾ ലോറൻ പഠന ആവശ്യങ്ങൾക്കായി മറ്റൊരു സിറ്റിയിലായിരുന്നു താമസിച്ചിരുന്നത്. സ്വാഭാവികമായും കാൾ യൂജീനാണ് ഈ കൊലപാതകം നടത്തിയത് എന്നുള്ള സംശയം ബലപ്പെട്ടു. എന്നാൽ അദ്ദേഹത്തിനെതിരായ തെളിവുകളൊന്നും കണ്ടെത്താൻ കഴിയാതെ കേസ് അന്വേഷണം വഴിമുട്ടി. ഒടുവിൽ ഇതൊരു കോൾഡ് കേസായി മാറി. പിന്നീട് നീണ്ട 21 വർഷങ്ങൾക്ക് ശേഷം 2022 കോൾഡ് കേസ് യൂണിറ്റ് ഈ കേസ് ഏറ്റെടുത്തതോടെയാണ് കില്ലർ ആരാണെന്ന് കണ്ടെത്താനായത്. കില്ലറിനെ കണ്ടതോടെ ലെസ്ലിയുടെ കുടുംബം, പ്രത്യേകിച്ച് അവളുടെ മകൾ ലോറൻ, അക്ഷരാർത്ഥത്തിൽ ഞെട്ടിത്തരിച്ചുപോയി. കാരണം അവളുടെ കൺമുന്നിലുണ്ടായിരുന്ന എന്തിന് ഈ കൊലപാതകം നടന്നപ്പോൾ അവളെ സമാധാനിപ്പിച്ചവരിൽ ഒരാളായിരുന്നു കില്ലർ. യഥാർത്ഥത്തിൽ ആരായിരുന്നു ലെസ്ലി ജെന്നിങ്സിന്റെ കൊലയാളി? വർഷങ്ങൾക്ക് ശേഷം പോലീസ് എങ്ങനെയാണ് കൊലയാളിയെ കണ്ടെത്തിയത്? നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഇവിടെ ആരംഭിക്കുന്നു. വെൽക്കം ബാക്ക്. ഒക്ടോബർ 5 റോഡ് ഐലൻഡിൽ ജനിച്ച ലെസ്ലി ജെന്നിങ്സ് അവളുടെ പാരന്റ്സിന്റെ 8 മക്കളിൽ ഒരാളായിരുന്നു. അച്ഛൻ വില്യം ജെന്നിങ്സ് സൈന്യത്തിൽ സേവനമനുഷ്ഠിച്ചിരുന്നതിനാൽ കുടുംബം പലപ്പോഴും ഓരോരോ സ്ഥലങ്ങളിലായി മാറി മാറിയായിരുന്നു താമസിച്ചിരുന്നത്. ലെസ്ലിക്ക് 12 വയസ്സുള്ളപ്പോൾ കുടുംബം ഫ്ലോറിഡയിലെ പെൻസക്കോളയിലേക്ക് താമസം മാറി. സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ലെസ്ലി ജേർണലിസം പഠിക്കാനായി ഫ്ലോറിഡ യൂണിവേഴ്സിറ്റിയിൽ ജോയിൻ ചെയ്തു. അവിടെ വെച്ചാണ് അവൾ കാൾ യൂജീനെ പരിചയപ്പെട്ടതും അടുപ്പത്തിലായതും. 1974 അവർ വിവാഹിതരാവുകയും ചെയ്തു. 3 വർഷങ്ങൾക്ക് ശേഷം അവർക്ക് ലോറൻ എന്ന മകൾ ജനിച്ചു. കുറച്ചു കാലത്തിനു ശേഷം അവർ മേരിലാൻഡിലെ മോൺഗോമറി കൗണ്ടിയിലേക്ക് താമസം മാറി. അവിടെ ഒരു പരസ്യ ഏജൻസിയിൽ ലെസ്ലി ജോലിക്കും കയറി. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. 2001 മെയ് 2 ലെസ്ലി ജെന്നിങ്സ് എന്നും രാവിലെ കൃത്യം 10 മണിക്ക് തന്നെ ഓഫീസിലെത്താറുള്ളതായിരുന്നു. എന്നാൽ അന്നവൾ ഓഫീസിൽ എത്തിയില്ല എന്ന് മാത്രമല്ല, വരാത്തതിന്റെ കാരണം അവളുടെ ബോസിനെ വിളിച്ചറിയിച്ചതുമില്ല. കാര്യമന്വേഷിക്കുന്നതിനായി ബോസ് ലെസ്ലിയുടെ ഫോണിലേക്ക് വിളിച്ചു നോക്കിയെങ്കിലും അവൾ കോൾ അറ്റൻഡ് ചെയ്തില്ല. ഇതോടെ അദ്ദേഹം ലെസ്ലിയുടെ മകൾ ലോറനെ വിളിച്ചു. ആ സമയം അവൾ യൂണിവേഴ്സിറ്റിയിലായിരുന്നു. അതുകൊണ്ട് തന്നെ അമ്മ എവിടെയാണ് എന്നുള്ളതിനെക്കുറിച്ച് അവൾക്ക് ഒരറിവുമുണ്ടായിരുന്നില്ല. അതിനുശേഷം അദ്ദേഹം ലെസ്ലിയുടെ ഹസ്ബൻഡ് കാൾ യൂജീന്റെ നമ്പറിലേക്കും വിളിച്ചു നോക്കി. രാവിലെ 7:30 കോൾ വീട്ടിൽ നിന്നും ഇറങ്ങിയത്. അപ്പോൾ ലെസ്ലി ജോലിക്ക് പോവാൻ തയ്യാറായിക്കൊണ്ടിരിക്കുകയായിരുന്നു. സാധാരണയായി 1 മണിക്കൂറിനുള്ളിൽ ഓഫീസിലെത്താറുള്ള ലെസ്ലി ആ കാര്യം കോളിനെ ഫോണിൽ വിളിച്ച് പറയാറുള്ളതുമായിരുന്നു. ജോലി തിരക്കിൽപ്പെട്ടതുകൊണ്ടായിരിക്കും ലെസ്ലി ഇന്ന് വിളിക്കാതിരുന്നത് എന്ന് കോൾ ചിന്തിച്ചിരിക്കുമ്പോഴാണ് അവൾ ഇന്ന് ജോലിക്കെത്തിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ബോസിന്റെ കോൾ വന്നത്. ഉടനടി അദ്ദേഹം ലെസ്ലിയുടെ ഫോണിലേക്ക് വിളിച്ചു നോക്കി. പക്ഷേ അവൾ ഫോൺ എടുത്തതേയില്ല. അവൾക്കെന്തോ അപകടം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള ആശങ്കയിൽ കാൾ യൂജീൻ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോവാൻ തീരുമാനിച്ചു. ഇതേ സമയം തന്നെ ലെസ്ലിയുടെ ബോസും അവളുടെ വീട്ടിലേക്ക് തിരിച്ചു. ഏകദേശം 11:30 രണ്ടുപേരും ആ വീട്ടിലെത്തി. അവർ ആ വീടിനകത്ത് കണ്ടത് നടുക്കുന്ന കാഴ്ചകളായിരുന്നു. ആ വീടിനകത്തെ ഫ്ലോറിലും ചുമരിലുമെല്ലാം ചോര തെറിച്ചിരിക്കുന്നു. ബേസ്മെന്റിൽ അവരുടെ വളർത്തുനായിയെ കെട്ടിയിട്ടിരിക്കുന്നു. ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറുന്ന കോണിപ്പടികളിലെല്ലാം ചോര പുരണ്ട കാൽപ്പാടുകൾ കാണുന്നു. ഇങ്ങനെ ഭയപ്പെടുത്തുന്ന കാഴ്ചകളായിരുന്നു ആ വീടിനകം മുഴുവൻ. ഈ കാഴ്ചകൾ കണ്ടയുടനെ ലെസ്ലിയുടെ ബോസ് എമർജൻസി നമ്പറിൽ വിളിച്ച് കാര്യം പറഞ്ഞു. മിനിറ്റുകൾക്കുള്ളിൽ പോലീസ് ആ വീട്ടിലേക്കെത്തി. അതിനോടകം ലെസ്ലിക്ക് എന്താണ് സംഭവിച്ചത് എന്ന് കാൾ യൂജീൻ കണ്ടെത്തി കഴിഞ്ഞിരുന്നു. ഫസ്റ്റ് ഫ്ലോറിലുള്ള ബാത്റൂമിനകത്ത് ചോരയിൽ കുളിച്ച് മരിച്ചു കിടക്കുകയായിരുന്നു ലെസ്ലി ജെന്നിങ്സ്. ഡെഡ് ബോഡിക്കരികിലിരുന്ന് കരയുകയായിരുന്ന കോളിനെ സമാധാനിപ്പിച്ച പോലീസ് അദ്ദേഹത്തെ അവിടെ നിന്നും മാറ്റുകയും ക്രൈം സീൻ സുരക്ഷിതമാക്കിയതിനു ശേഷം പരിശോധനകൾ ആരംഭിക്കുകയും ചെയ്തു. ബാത്റൂമിനകത്ത് കമിഴ്ന്നു കിടക്കുന്ന നിലയിലായിരുന്നു ഡെഡ് ബോഡി കാണപ്പെട്ടത്.
പ്രാഥമിക പരിശോധനയിൽ തന്നെ കൊലപാതകം നടന്നത് ബാത്റൂമിനകത്ത് വെച്ചല്ല എന്നും ഡെഡ് ബോഡി കഴുകി DNA എവിഡൻസുകൾ നശിപ്പിക്കാൻ കില്ലർ ശ്രമം നടത്തിയതാണ് എന്നും പോലീസുകാർക്ക് മനസ്സിലായി. കൂടാതെ തറയിലും ചുമരിലുമായിട്ടുള്ള രക്തം തുടച്ചു നീക്കാനും കില്ലർ ശ്രമം നടത്തിയിട്ടുണ്ട്. അടുക്കളയിലെ സിങ്കിലും താഴത്തെ നിലയിലെ ബാത്റൂമിലും എന്തിന് ആ വീട്ടിലെ വേസ്റ്റ് ബിന്നിൽ പോലും ചോരക്കറയുണ്ടായിരുന്നു. കൊലയാളി വളരെ നേരം ആ വീട്ടിൽ സമയം ചെലവഴിച്ചിട്ടുണ്ട് എന്ന് ഇതിൽ നിന്നും വ്യക്തമാണ്. കൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി പോലീസ് കണ്ടെത്തിയിരുന്നു. അതായത് ആ വീടിനകത്തായിട്ടുള്ള ചോര മുഴുവൻ കഴുകിക്കളയാൻ ശ്രമിച്ചിരിക്കുന്നത് ഒരു പ്രത്യേകതരം ഫ്ലോർ ക്ലീനർ ഉപയോഗിച്ചാണ്. എന്നാൽ ആ ഫ്ലോർ ക്ലീനർ ആ വീട്ടിലുള്ളതായിരുന്നില്ല. അത് കൊലയാളി കൊണ്ടുവന്നതാവാനാണ് സാധ്യത. ഇതിൽ നിന്നും ഇതൊരു പ്രീ പ്ലാൻഡ് മർഡർ ആണെന്നും കൊലപാതകം നടത്താൻ ഉദ്ദേശിച്ചു തന്നെയാണ് കില്ലർ ആ വീട്ടിലെത്തിയിരിക്കുന്നത് എന്നും മനസ്സിലാക്കാം. ഇതേ സമയം അന്വേഷണ സംഘം ഇതൊരു അപകട മരണമായിരിക്കാനുള്ള സാധ്യതയും പരിശോധിച്ചു. ബാത്റൂം ക്ലീൻ ചെയ്യുന്നതിനിടെ ലെസ്ലി വഴുക്കി വീണതായിരിക്കാമെന്നുള്ളതായിരുന്നു ഒരു സാധ്യത. എന്നാൽ ആ വീട്ടിൽ പല സ്ഥലത്തും ചോരക്കറയായിരിക്കുന്നതും അത് തുടച്ചു വൃത്തിയാക്കാൻ ശ്രമിച്ചിരിക്കുന്നതും വെച്ച് നോക്കുമ്പോൾ കൊലപാതകത്തിനായിരുന്നു സാധ്യത കൂടുതൽ. അത് ഉറപ്പിക്കുന്നതിനായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുന്നതുവരെ പോലീസ് കാത്തിരുന്നു. ഒടുവിൽ മെഡിക്കൽ എക്സാമിനറിന്റെ കണ്ടെത്തലും ഇതൊരു കൊലപാതകമാണ് എന്നുള്ളതായിരുന്നു. ലെസ്ലിയുടെ തലയിൽ 7 മുറിവുകൾ ഉണ്ടായിരുന്നു. ആ മുറിവുകളാണ് അവളുടെ മരണത്തിലേക്ക് നയിച്ചിരിക്കുന്നത്. ക്രൈം സീൻ വിശദമായി പരിശോധിച്ച സമയത്ത് ഹാൾവേയിലെ ബേസ് ബോർഡിന്റെ കോർണറിൽ ധാരാളം ചോരയായിട്ടുള്ളതായി കാണപ്പെട്ടു. അതുപോലെ ലെസ്ലിയുടെ ധാരാളം മുടികളും അവിടെ നിന്നും കണ്ടെത്തി. ഇതിൽ നിന്നും ആ ബേസ് ബോർഡിന്റെ കോർണറിലാണ് ലെസ്ലിയുടെ തലയിടിച്ചിരിക്കുന്നത് എന്ന് വ്യക്തമായി. അവളുടെ തലയുടെ പരിക്ക് അതുമായി പൊരുത്തപ്പെടുകയും ചെയ്തു. ഇതിനെല്ലാം പുറമെ ലെസ്ലിയുടെ ശരീരത്തിൽ ധാരാളം ഡിഫൻസ് വൂണ്ട്സും ശ്വാസം മുട്ടിച്ചതിന്റെ തെളിവുകളും ഉണ്ടായിരുന്നു. ഇതോടെ ലെസ്ലിയെ ഹാൾവേയിൽ വെച്ച് ആക്രമിച്ച് കൊലപ്പെടുത്തിയ കില്ലർ അവളുടെ ദേഹത്തായിട്ടുള്ള ഫോറൻസിക് എവിഡൻസുകൾ നശിപ്പിക്കുന്നതിനായി ബാത്റൂമിനകത്തേക്ക് വലിച്ചൊഴിച്ചു കൊണ്ടുപോയതാണ് എന്നുള്ള നിഗമനത്തിലേക്ക് അന്വേഷണ സംഘം എത്തിച്ചേർന്നു. ക്രൈം സീനിൽ നിന്നും ശേഖരിച്ച എല്ലാ ബ്ലഡ് സാമ്പിൾസും ലാബ് ടെസ്റ്റിന് അയച്ചതിനു ശേഷം അന്വേഷണ സംഘം ലെസ്ലിയുടെ കുടുംബാംഗങ്ങളുടെയും സുഹൃത്തുക്കളുടെയും മൊഴിയെടുത്തു. എല്ലാവരോടും വളരെ സോഫ്റ്റായി മാത്രം പെരുമാറാറുള്ള ലെസ്ലിക്ക് ശത്രുക്കളാരും ഉണ്ടായിരുന്നില്ല എന്നും അങ്ങനെ ഒരാളോട് ആരാണ് ഈ ക്രൂരത ചെയ്തത് എന്നുള്ളതിനെക്കുറിച്ച് തങ്ങൾക്ക് ഒരറിവുമില്ല എന്നുമാണ് എല്ലാവരും പറഞ്ഞത്. ഇതോടെ പോലീസുകാരുടെ എല്ലാ സംശയവും ലെസ്ലിയുടെ ഭർത്താവ് കോൾ യൂജീനു മേലായി. അവരയാളെ വിശദമായി ചോദ്യം ചെയ്തു. എന്നാൽ ഈ കൊലപാതകത്തിൽ തനിക്കൊരു പങ്കുമില്ല എന്നും ഈ സംഭവം നടക്കുമ്പോൾ താൻ ഓഫീസിലായിരുന്നു ഉണ്ടായിരുന്നത് എന്നും അദ്ദേഹം മൊഴി നൽകി. കോൾ യൂജീന്റെ അയൽവാസികളിലൊരാൾ കോൾ രാവിലെ 7:30 വീട്ടിൽ നിന്നും ഇറങ്ങുമ്പോൾ ലെസ്ലി അദ്ദേഹത്തെ യാത്രയാക്കാൻ പുറത്തു വന്നത് കണ്ടു എന്ന് മൊഴി നൽകിയിരുന്നു. അതുപോലെ ലെസ്ലിയുടെ ബോസ് ഫോൺ വിളിക്കുന്നത് വരെ കോൾ യൂജീൻ ഓഫീസിൽ തന്നെയാണ് ഉണ്ടായിരുന്നത് എന്ന് അദ്ദേഹത്തിന്റെ കൊളീഗ്സും മൊഴി നൽകി. ഇതിനെല്ലാം പുറമെ കോളിന്റെ ദേഹത്ത് ഒരു ചെറിയ പരുക്ക് പോലും അന്വേഷണ സംഘത്തിന് കണ്ടെത്താൻ കഴിഞ്ഞില്ല. ലെസ്ലിയുടെ ദേഹത്തെ ഡിഫൻസ് വൂണ്ട്സ് വെച്ച് നോക്കുമ്പോൾ അക്രമിയുടെ ദേഹത്ത് ഉറപ്പായും പരുക്ക് പറ്റി കാണണം. കാരണം അവളുടെ നഖങ്ങൾക്കിടയിൽ നിന്നും കില്ലറിന്റെ സ്കിന്നിന്റെ ഭാഗങ്ങൾ കണ്ടെത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ കില്ലർ കോൾ യൂജീൻ അല്ല എന്ന് അന്വേഷണ സംഘത്തിന് മനസ്സിലായി. അത് ഉറപ്പിക്കുന്നതായിരുന്നു പിന്നീട് വന്ന ഫോറൻസിക് റിപ്പോർട്ട്. ക്രൈം സീനിൽ നിന്നും ശേഖരിച്ച ബ്ലഡിൽ കലർന്ന നിലയിൽ ഒരു ഫോറിൻ DNA ഫോറൻസിക് വിദഗ്ധർ കണ്ടെത്തി. അതുപോലെ ലെസ്ലിയുടെ നഖങ്ങൾക്കിടയിൽ നിന്നും ലഭിച്ച കില്ലറിന്റെ സ്കിന്നിന്റെ ഭാഗങ്ങളിൽ നിന്നും DNA കണ്ടെത്തി. ഇവ രണ്ടും ഒരു വ്യക്തിയുടേതായിരുന്നു. എന്നാൽ അത് കോൾ യൂജീന്റെ DNAയുമായി മാച്ച് ആയില്ല. അതുപോലെ അമേരിക്കൻ പോലീസിന്റെ DNA ഡാറ്റാബേസിലെ ഒരു ക്രിമിനലുകളുടെ DNAയുമായും കില്ലറിന്റെ DNA മാച്ച് ആയില്ല. ഇത് കേസ് അന്വേഷണത്തിൽ പ്രതിസന്ധി ഉണ്ടാക്കി. കില്ലർ ആരാണെന്ന് കണ്ടെത്താൻ കഴിയാതെ അന്വേഷണം വഴിമുട്ടി. ഇതോടെ മോൺഗോമറി കൗണ്ടിയിൽ നടന്നിട്ടുള്ള ഇത്തരത്തിലുള്ള കൊലപാതകങ്ങളെല്ലാം അന്വേഷിക്കുന്നതിനായി ഒരു ടാസ്ക് ഫോഴ്സ് തന്നെ രൂപീകരിക്കപ്പെട്ടു. സമാനമായ രീതിയിൽ 6ഓളം കൊലപാതകങ്ങൾ നടന്നിട്ടുള്ളതുകൊണ്ട് തന്നെ ഇതൊരു സീരിയൽ കില്ലിംഗ് ആണോ എന്നുള്ള സംശയവും ബലപ്പെട്ടു. പക്ഷേ മറ്റുള്ള കേസുകളെല്ലാം തെളിയിക്കപ്പെട്ടെങ്കിലും ലെസ്ലിയുടെ കൊലപാതകം മാത്രം തെളിയിക്കപ്പെട്ടില്ല. ഇതോടെ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമാണെന്നും ലെസ്ലിയുടെ കൊലപാതകത്തിന് മറ്റുള്ള കൊലപാതകങ്ങളുമായി ബന്ധമില്ല എന്നും വ്യക്തമായി. മാസങ്ങളും വർഷങ്ങളും കടന്നുപോയിട്ടും കില്ലറിനെ കുറിച്ചുള്ള ഒരു സൂചനയും ലഭിച്ചില്ല.
പലരും ലെസ്ലിയുടെ ഹസ്ബൻഡ് കോൾ യൂജീനാണ് കില്ലർ എന്ന് വിശ്വസിച്ചിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ മകൾ ലോറൻ മാത്രം അത് വിശ്വസിച്ചിരുന്നില്ല. 2017 കോൾ യൂജീൻ ചില ആരോഗ്യ കാരണങ്ങളാൽ മരണപ്പെട്ടു. ഭാര്യയുടെ കില്ലറിനെ പോലീസിന് കണ്ടെത്താൻ കഴിയാത്തതിലും തന്റെ മേൽ ആരോപണങ്ങൾ നിലനിൽക്കുന്നതിലും അദ്ദേഹം ഒത്തിരി മാനസിക പ്രയാസങ്ങൾ നേരിട്ടിരുന്നു. അതാണ് അദ്ദേഹത്തെ രോഗബാധിതനാക്കിയതും മരണത്തിലേക്ക് തള്ളിവിട്ടതും. അതുകൊണ്ട് തന്നെ അമ്മയുടെ കൊലയാളിയെ കണ്ടെത്തണമെന്നും കേസിൽ പുനരന്വേഷണം നടത്തണമെന്നും പറഞ്ഞുകൊണ്ട് ലോറൻ രംഗത്ത് വന്നു. അങ്ങനെ കൊലപാതകം നടന്ന് 21 വർഷങ്ങൾക്ക് ശേഷം 2022 കോൾഡ് കേസ് യൂണിറ്റ് ഈ കേസ് ഏറ്റെടുത്തു. തുടക്കം മുതൽ അന്വേഷണം ആരംഭിച്ച കോൾഡ് കേസ് യൂണിറ്റ് സംശയിക്കപ്പെടുന്ന എല്ലാവരുടെയും മൊഴി വീണ്ടും എടുത്തു. കൂടാതെ FBI-യുടെ DNA ഡാറ്റാബേസിൽ കില്ലറിന്റെ DNAക്ക് മാച്ച് കണ്ടെത്താനുള്ള ശ്രമവും നടത്തി. പക്ഷേ നിരാശ മാത്രമായിരുന്നു ഫലം. ഇതോടെയാണ് അഡ്വാൻസ്ഡ് DNA ടെക്നോളജിയായ ജനറ്റിക് ജീനിയോളജിയുടെ സഹായത്തോടെ കില്ലറിന്റെ ഫാമിലി ട്രീ നിർമ്മിച്ചെടുക്കാൻ തീരുമാനിച്ചത്. അങ്ങനെ കില്ലറിന്റെ DNA സാമ്പിൾ ഓത്രം എന്ന കമ്പനിക്ക് കൈമാറി. ജനറ്റിക് ജീനിയോളജിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന അമേരിക്കയിലെ ഫേമസ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ് ഓത്രം. അവിടുത്തെ ജീനിയോളജിസ്റ്റുകൾ 2 വർഷത്തോളം തുടർച്ചയായി നടത്തിയ പരിശ്രമങ്ങൾക്കൊടുവിൽ കില്ലറുടെ ഫാമിലി ട്രീയിൽ പെടുന്നവരുടെ ലാസ്റ്റ് നെയിം ഗ്ലിഗോർ എന്നാണെന്ന് കണ്ടെത്തി. കോൾഡ് കേസ് യൂണിറ്റിലെ ഡിറ്റക്റ്റീവ്സ് പഴയ കേസ് ഫയലുകൾ പരിശോധിച്ചപ്പോൾ കൊലപാതകത്തിന് ഏകദേശം 1 വർഷത്തിനു ശേഷം ലഭിച്ച ഒരു സൂചന അവർ കണ്ടെത്തി. കൊലപാതകം നടന്ന വീടിന്റെ പരിസരത്ത് താമസിച്ചിരുന്ന യൂജീൻ ഗ്ലിഗോർ എന്ന വ്യക്തിയിലേക്ക് നേരിട്ട് വിരൽ ചൂണ്ടുന്നതായിരുന്നു ആ സൂചന. യൂജീൻ ഗ്ലിഗോർ എന്ന പേര് കേട്ടതും ലെസ്ലിയുടെ കുടുംബാംഗങ്ങൾ, പ്രത്യേകിച്ച് അവളുടെ മകൾ ലോറൻ, ഞെട്ടിത്തരിച്ചുപോയി. കാരണം 2001 കാലഘട്ടത്തിൽ ലോറന്റെ ബോയ് ഫ്രണ്ട് ആയിരുന്നു യൂജീൻ ഗ്ലിഗോർ. ഹൈസ്കൂൾ പഠനകാലത്താണ് അവർ ആദ്യമായി കണ്ടുമുട്ടിയതും അടുപ്പത്തിലായതും. അന്ന് ഇരുവർക്കും 15 വയസ്സ് മാത്രമായിരുന്നു പ്രായം. ലോറന്റെ വീട്ടിൽ നിന്നും 10 മിനിറ്റ് നടക്കാവുന്ന ദൂരം മാത്രമേ യൂജീന്റെ വീട്ടിലേക്കുണ്ടായിരുന്നുള്ളൂ. 5 വർഷത്തോളം ഇരുവരും പ്രണയിച്ചു. എന്നാൽ യൂജീനുമായുള്ള അടുപ്പം ലോറന്റെ അച്ഛൻ കോളിന് ഇഷ്ടമായിരുന്നില്ല. അവന്റെ സ്വഭാവം അത്ര നല്ലതല്ല എന്ന് അദ്ദേഹം എപ്പോഴും പറയുമായിരുന്നു. അപ്പോഴെല്ലാം ലോറനെ സപ്പോർട്ട് ചെയ്തിരുന്നത് ലെസ്ലി ആയിരുന്നു. അങ്ങനെയിരിക്കെയാണ് ലെസ്ലി കൊല ചെയ്യപ്പെട്ടത്. അമ്മയുടെ മരണമുണ്ടാക്കിയ ആഘാതത്തിൽ നിന്നും ലോറനെ കരകയറാൻ സഹായിച്ചത് യൂജീന്റെ സാന്നിധ്യമായിരുന്നു. പക്ഷേ ലോറൻ ഹയർ സ്റ്റഡീസിനായി മറ്റൊരു സിറ്റിയിലേക്ക് താമസം മാറി കുറച്ചു മാസങ്ങൾ കഴിഞ്ഞതും അവരുടെ ബന്ധത്തിൽ വിള്ളൽ വരികയും 20-ാം വയസ്സിൽ അവർ ബ്രേക്കപ്പ് ആവുകയും ചെയ്തു. പിന്നീട് അവരുമായി ലോറൻ ഒരു ബന്ധവും പുലർത്തിയിരുന്നില്ല. കുറച്ചു വർഷങ്ങൾക്ക് ശേഷം ആയുധം കൈവശം വയ്ക്കൽ, മോഷണം, മദ്യപിച്ച് വാഹനമോടിക്കൽ തുടങ്ങിയ കുറ്റകൃത്യങ്ങൾക്ക് യൂജീൻ പലപ്പോഴായി അറസ്റ്റ് ചെയ്യപ്പെട്ടിരുന്നുവെങ്കിലും അന്നൊന്നും ഇത്തരം കുറ്റകൃത്യങ്ങൾക്ക് കുറ്റവാളികളുടെ DNA കളക്ട് ചെയ്ത് ഡാറ്റാബേസിൽ അപ്ലോഡ് ചെയ്യുന്ന നിയമമുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അയാളുടെ DNA കില്ലറിന്റെ DNAയുമായി മാച്ച് ആവാതിരുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ലെസ്ലി കൊല ചെയ്യപ്പെട്ട് കുറച്ചു മാസങ്ങൾക്കുള്ളിൽ തന്നെ യൂജീൻ ഗ്ലിഗോറും അദ്ദേഹത്തിന്റെ അമ്മയും വാഷിംഗ്ടൺ DC-യിലേക്ക് താമസം മാറ്റിയിരുന്നു. ഇത് അന്നത്തെ അന്വേഷണ സംഘത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ ലെസ്ലിയുടെ അയൽവാസികളിലൊരാൾ ശ്രമം നടത്തുകയും ചെയ്തിരുന്നതാണ്. എന്നാൽ പോലീസ് അത് കാര്യമാക്കിയെടുത്തില്ല എന്ന് മാത്രമല്ല, ലെസ്ലിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് യൂജീനെ ഒരിക്കൽ പോലും ചോദ്യം ചെയ്തിട്ടുമില്ല. 23 വർഷങ്ങൾക്ക് ശേഷം 2024 യൂജീനാണ് കില്ലറെന്ന് കണ്ടെത്തിയെങ്കിലും വർഷങ്ങൾക്ക് മുൻപ് തന്നെ അയാൾ യൂറോപ്യൻ രാജ്യമായ റൊമേനിയയിലേക്ക് കടന്നിരുന്നു. ഇനി യൂജീനിൽ നിന്നും നേരിട്ട് DNA സാമ്പിൾ ശേഖരിച്ച് പരിശോധന നടത്തിയെങ്കിൽ മാത്രമേ കില്ലർ അയാളാണെന്ന് ഉറപ്പിക്കാൻ കഴിയൂ. അതുകൊണ്ട് തന്നെ ഈ വിവരങ്ങൾ രഹസ്യമാക്കി വയ്ക്കാനും യൂജീൻ അമേരിക്കയിലേക്ക് വരുന്നതുവരെ കാത്തിരിക്കാനും അന്വേഷണ സംഘം തീരുമാനിച്ചു. അങ്ങനെയിരിക്കെ 2024 ജൂൺ 9 യൂജീൻ ഗ്ലിഗോർ യൂറോപ്പിൽ നിന്ന് അമേരിക്കയിലേക്ക് വരുന്നുണ്ട് എന്ന് വിവരം ലഭിച്ചു. ഇതോടെ എയർപോർട്ടിൽ വെച്ച് തന്നെ DNA സാമ്പിൾ കളക്ട് ചെയ്യാൻ കോൾഡ് കേസ് യൂണിറ്റ് ഒരു പദ്ധതി തയ്യാറാക്കി. എയർപോർട്ട് ജീവനക്കാരുടെ സഹകരണത്തോടെയാണ് എല്ലാം ചെയ്തത്. ഒരു പതിവ് പരിശോധന പോലെ തോന്നിപ്പിക്കുന്ന തരത്തിൽ എയർപോർട്ട് ജീവനക്കാർ യൂജീനെ തടഞ്ഞു നിർത്തുകയും ദേഹപരിശോധന നടത്തുകയും ചെയ്തു. ഇതിനിടയിൽ ഒരു ഉദ്യോഗസ്ഥൻ യൂജീന് കുടിക്കുന്നതിനായി ഒരു വാട്ടർ ബോട്ടിൽ നൽകി. വെള്ളം കുടിച്ച യൂജീൻ ആ ബോട്ടിൽ വേസ്റ്റ് ബിന്നിലിട്ടു. എല്ലാ പരിശോധനകളും നടത്തി യൂജീനെ പറഞ്ഞയച്ചതിനു ശേഷം ഡിറ്റക്റ്റീവ്സ് അവിടെ എത്തുകയും യൂജീൻ വെള്ളം കുടിച്ചതിനു ശേഷം ഉപേക്ഷിച്ച ബോട്ടിൽ DNA പരിശോധനയ്ക്കായി കളക്ട് ചെയ്യുകയും ചെയ്തു.
ഇങ്ങനെ നടത്തിയ പരിശോധനയിൽ ആ ബോട്ടിലെ സലൈവയിൽ നിന്നും ലഭിച്ച DNA-യും ക്രൈം സീനിൽ നിന്നും 23 വർഷങ്ങൾക്ക് മുൻപ് കണ്ടെത്തിയ DNA-യും 100% മാച്ചായി. ഇതോടെ കില്ലർ യൂജിൻ ഗ്ലുഗോർ തന്നെയാണെന്ന് ഉറപ്പിച്ച പോലീസ് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അയാളെ അറസ്റ്റ് ചെയ്തു. 2001 മെയ് 2 നിങ്ങൾ എന്തിനാണ് ലോറന്റെ വീട്ടിലേക്ക് പോയത് എന്നും എന്തിനാണ് അവളുടെ അമ്മ ലെസ്ലിയെ കൊലപ്പെടുത്തിയത് എന്നുമുള്ള പോലീസുകാരുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ യൂജിൻ വളരെ നേരം സ്തബ്ധനായിരുന്നു. ഒടുവിൽ ഒരു അഡ്വക്കേറ്റ് ഇല്ലാതെ താൻ ഒന്നും പറയില്ല എന്ന് അയാൾ പറഞ്ഞു. അപ്പോഴാണ് DNA എവിഡൻസുകൾ മാച്ചായിട്ടുള്ള കാര്യം പോലീസുകാർ പറഞ്ഞത്. ഇതോടെ നിയന്ത്രണം നഷ്ടപ്പെട്ട യൂജിൻ ഇന്ററോഗേഷൻ റൂമിലിരുന്ന് നിലവിളിക്കുകയും പൊട്ടിക്കരയുകയും ചെയ്തു. തന്നെ പോലീസ് കള്ളക്കേസിൽപ്പെടുത്തി കൊടുക്കാൻ ശ്രമിക്കുകയാണ് എന്നും ഒരിക്കൽ പോലും DNA സാമ്പിൾ നൽകാതെ തന്റെ DNA എങ്ങനെയാണ് കില്ലറിന്റെ DNA-യുമായി മാച്ചായത് എന്നും പറഞ്ഞ് യൂജിൻ പോലീസിന്റെ ആരോപണങ്ങളെ തള്ളിക്കളഞ്ഞു. എന്നാൽ ശക്തമായ DNA എവിഡൻസുകൾ ലഭിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ യൂജിനെ വിചാരണയ്ക്ക് വിധേയനാക്കാൻ അയാളുടെ കുറ്റസമ്മതം ആവശ്യമായിരുന്നില്ല. ഒടുവിൽ 2025 മെയ് മാസത്തോടെ കേസില് വിചാരണ ആരംഭിച്ചു. ഓഗസ്റ്റിൽ ശിക്ഷയും വിധിച്ചു. 22 വർഷത്തെ ജയിൽ ശിക്ഷയാണ് യൂജിന് ലഭിച്ചത്. പ്രതി കുറ്റസമ്മതം നടത്താൻ തയ്യാറാവാത്തതുകൊണ്ട് തന്നെ എന്താണ് കൊലപാതകത്തിന്റെ കാരണമെന്ന് ഇന്നും വ്യക്തമല്ല. പ്രതി മുൻപ് പലതവണ മോഷണ കേസുകളിൽ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളതുകൊണ്ട് തന്നെ മോഷണ ശ്രമത്തിനിടെ നടന്ന കൊലപാതകമാവാൻ സാധ്യതയുണ്ട് എന്നാണ് പോലീസുകാർ പറയുന്നത്. യൂജിൻ പിടിക്കപ്പെട്ടതോടെ ഈ കേസ് തുടക്കത്തിൽ അന്വേഷിച്ച അന്വേഷണ സംഘം വലിയ വിമർശനങ്ങൾ നേരിട്ടു. അന്ന് തന്നെ യൂജിന്റെ പേര് പോലീസുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടും ഒന്ന് ചോദ്യം ചെയ്യാൻ പോലും തയ്യാറാവാതിരുന്നതാണ് വിവാദമായത്. അന്ന് തന്നെ DNA ടെസ്റ്റ് നടത്തിയിരുന്നുവെങ്കിൽ വർഷങ്ങൾക്ക് മുൻപ് തെളിയിക്കപ്പെടേണ്ട ഒരു കേസായിരുന്നു ഇത്. എന്താണ് ഈ കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായമെന്ന് കമന്റ് ചെയ്തു പറയൂ. പുതിയൊരു ഇൻവെസ്റ്റിഗേഷനുമായി വീണ്ടും കാണാം. ബൈ.